ഹലോ ഹായ്, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ സെൻസിറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞു തന്നു. ഈ വീഡിയോയിൽ എന്ന് വെച്ചാൽ വാട്ട് ഇസ് ദ കോസസ് ഓഫ് സെൻസിറ്റിവിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് കാണുന്നത് വെച്ചാൽ ഹാർഡ് ബ്രഷിങ്. അതായത് നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ബ്രഷ് ചെയ്യും. അതായത് ചിലപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിലെടുത്തിട്ട് ബ്രഷ് ചെയ്യും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് മാത്രം ബ്രഷ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഹാർഡായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലൊന്നും നമ്മളെ പല്ല് വൃത്തിയാവില്ല. സോ അങ്ങനെ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഇനാമിൻ്റെ തിക്നെസ് അവിടെ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ പല്ലിനെ തന്നെ നിങ്ങൾ കേട് വരുത്തുക ചെയ്യുന്നത് ഇങ്ങനെ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് യൂസ് സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡായിട്ടുള്ള ബ്രഷ് ഒരിക്കലും യൂസ് ചെയ്യാറ്. ഓക്കെ, പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ഗ്രൈൻഡിങ് ഓഫ് ദ ടീത്ത്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും പല്ലിങ്ങനെ കടിച്ച് ഇങ്ങനെ ആക്കുന്നത്. സോ അത് ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങളെ പല്ലിനെ വേഗം തയക്കുക ചെയ്യുക. അതിനാണ് നമ്മൾ അട്രീഷൻ എന്ന് പറയുന്നത്. പല്ല് വേഗം തയഞ്ഞു പോകുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് വെച്ചാൽ കൺസ്യൂമിങ് ഹൈലി അസിഡിക് ആൻഡ് എന്താ പറയുക ഹൈലി അസിഡിക് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ലൈക്ക് കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ ഐറ്റംസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ദി കോസസ് ഓഫ് ടു സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പല്ലിൻ്റെ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് മാക്സിമം കുറക്കാം. ഓക്കെ, ഡു ഫോളോ മീ. ബൈ.